മാറഞ്ചേരി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ഇനി മഴ നനയാതെ യാത്ര ചെയ്യാം. സ്കൂളിന് മുന്നിലുള്ള പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം പൂർത്തിയായി. നിർമ്മാണം പൂർത്തീകരിച്ച് ബസ് സ്റ്റോപ്പ് ഷെൽട്ടറിന്റെ ഉദ്ഘാടനം പൊന്നാനി MLA P. നന്ദകുമാർ നിർവഹിച്ചു. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. 4000-ഓളം വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്കായി ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക നൽകി നിർമ്മാണം പൂർത്തീകരിച്ച ബസ് സ്റ്റോപ്പ് ഷെൽട്ടറിന്റെ ഉദ്ഘാടനം പൊന്നാനി MLA P. നന്ദകുമാർ നിർവഹിച്ചു. ഇവിടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് വന്ന അവസരത്തിലാണ്, നല്ല മഴക്കാലമാണ്, നല്ല മഴ പെയ്യുന്ന ഒരവസരമാണ്. ആ അവസരത്തിൽ കുട്ടികൾ മഴ കൊണ്ടുകൊണ്ട് പുറത്തു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇതിൻ്റെ ആവശ്യം എനിക്ക് ബോധ്യപ്പെട്ടതും എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിയത്. നമുക്കറിയാം, ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ, രാവിലെ ആകുമ്പോൾ കുട്ടികളൊക്കെ വന്ന് നിൽക്കുമ്പോൾ വളരെ പ്രയാസപ്പെട്ട ഒരു അവസരമാണ് ഉണ്ടാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് മാറഞ്ചേരിയിൽ മാത്രമല്ല പൊന്നാനി അസംബ്ലി മണ്ഡലത്തിനകത്തെ വിദ്യാഭ്യാസ സ്ഥാപനം. 2500-ലധികം 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് അതിനു മുമ്പിൽ കുട്ടികൾക്ക് നിൽക്കാനുള്ള വെയിറ്റിംഗ് ഷെഡ് പോലുമില്ല എന്ന് പറയുന്നത് അതൊരു അപമാനകരമാണ് എന്ന് നമുക്കറിയാം. അതിന് പരിഹാരം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ വെയിറ്റിംഗ് ഷെഡിൻ്റെ പണിയുടെ പൂർത്തീകരണം കഴിഞ്ഞ് ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നത്. ഈ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ വെയിറ്റിംഗ് ഷെഡാണിത്. ഈ കുട്ടികൾക്ക് ഏകദേശം വരുന്ന 10-35-38 കുട്ടികൾക്ക് ഇരിക്കാൻ സൗകര്യപ്രദമാവുന്ന രൂപത്തിലേക്കുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്സ്, നിൽക്കാനുള്ള സൗകര്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ ഒരു മനോഹാരിത വർദ്ധിപ്പിക്കത്തക്ക രൂപത്തിലേക്കുള്ളൊരു വെയിറ്റിംഗ് ഷെഡിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത്. വർഷങ്ങളായി ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. ബസ് സ്റ്റോപ്പ് യാഥാർത്ഥ്യമായതോടെ ഇനി മുതൽ വിദ്യാർത്ഥികൾക്കും യാത്ര ചെയ്യാൻ കാത്തു നിൽക്കുന്നവർക്ക് മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും നിൽക്കാൻ കഴിയും. ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് ബഷീർ ഒട്ടകത്ത്, ബീന, PC മൊയ്തീൻ, KP രാജൻ, പ്രധാന അധ്യാപിക സരസ്വതി, ലൗലി എന്നിവരും പങ്കെടുത്തു.